ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ അപഗ്രഥന പഠനത്തിൽ പഴയ നിയമത്തിലെ 32-ാമത്തെ പുസ്തകം അല്ലെങ്കിൽ ബൈബിളിലെ 32-ാമത്തെ പുസ്തകമായ യോന പ്രവാചകൻ്റെ പുസ്തകമാണ് ഇന്ന് നാം പരിശോധിക്കുന്നത്. സൃഷ്ടിയുടെ മേൽ ദൈവത്തിനുള്ള സമ്പൂർണ്ണ ആധിപത്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് യോനയുടെ പ്രവചനം. ദൈവജനത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ശത്രുക്കളായിരുന്ന ഒരു ജനതയെ ശിക്ഷിച്ച് ന്യായം വിധിച്ച് നശിപ്പിക്കുന്നതിന് പകരം അവരോട് ക്ഷമിക്കുകയും അവരെ രക്ഷിക്കുകയും ചെയ്യുന്ന കരുണയുള്ളവനും സ്നേഹവാനുമായ ദൈവത്തെ ഈ പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു. ദൈവ സ്വഭാവം വെളിപ്പെടുത്തുന്ന ഈ പുസ്തകം നമ്മെ മാനസാന്തരപ്പെടുവാനും ദൈവഹിതത്തിലേക്ക് മടങ്ങി വരുവാനും ഒക്കെ പ്രചോദിപ്പിക്കേണ്ടതാണ്. 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമായി. വായിക്കാം. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു. അവൻ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ. നീ കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, മഹാദയുള്ളവനാണ്, അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവനാണ്. നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ നമ്മുടെ വിധി മാറ്റുവാൻ, നമ്മെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. അതിനൊരുക്കമുള്ളൊരു ദൈവത്തെയാണ് ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത്. നമുക്ക് പുസ്തകത്തിലേക്ക് വരാം. യോന എന്ന പേരിൻ്റെ അർത്ഥം പ്രാവെന്നാണ്. ഡവ്, പ്രാവ് എന്നാണ് അർത്ഥം. അദ്ദേഹം എവിടുന്ന് വന്നു, ആരുടെ മകനായിരുന്നു എന്നൊക്കെ തുടക്കത്തിൽ തന്നെ ഉണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അമിത്ഥായിയുടെ മകനായ, നമുക്ക് 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുകയാണെങ്കിൽ, അമിത്ഥായിയുടെ മകനായ യോനാക്ക് യഹോവയുടെ അരുളപ്പാടുണ്ട്. അമിത്ഥായിയുടെ മകൻ എന്നവിടെ ഉണ്ട്. അദ്ദേഹം ഏത് നാട്ടുകാരനായിരുന്നു എന്ന് 2 രാജാക്കന്മാർ 14-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിലാണ് നാം കാണുന്നത്. കുറച്ചുകൂടെ വിശദമായിട്ടെല്ലാം അവിടെ ഉണ്ട്. 2 രാജാക്കന്മാർ 14-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം, ഗത്ത് ഹേഫർക്കാരനായ അമിത്ഥായിയുടെ മകനായ യോനാ പ്രവാചകൻ എന്ന തൻ്റെ ദാസൻ മുഖാന്തരം. അപ്പോൾ ഗത്ത് ഹേഫർക്കാരനായ അമിത്ഥായിയുടെ മകനായ യോനാ പ്രവാചകൻ എന്ന തൻ്റെ ദാസൻ. ബാക്കി വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. ദാസൻ മുഖാന്തരം ദൈവം ചെയ്തൊരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതിലേക്കല്ല പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദേശമാണ് നോക്കിയത്. ഗത്ത് ഹേഫർക്കാരനായ അമിത്ഥായി എന്ന് പറയുന്ന ആളുടെ മകനാണ് യോന. ഗത്ത് ഹേഫർ എന്ന് പറയുന്നത് നസ്രയത്തിനടുത്തുള്ള ഒരു ഗ്രാമമാണ്. മനസ്സിലായല്ലോ? ഗത്ത് ഹേഫർ എന്ന് പറയുന്നത് നസ്രയത്തിനടുത്തുള്ള ഒരു ഗ്രാമം. യോന നമ്മിൽ പലരുടെയും ഒരു നേർചിത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ, സ്വന്തം വഴി തിരഞ്ഞെടുക്കുന്നു. ദൈവം നമ്മളോടൊരു വഴിക്ക് പോകാൻ പറഞ്ഞാൽ ആ വഴിക്ക് പോകാതെ അനുസരണക്കേട് കാണിച്ച് സ്വന്തം വഴിക്ക് പോകുന്ന അനേകം മനുഷ്യരെ നമുക്ക് കാണാം. നമ്മുടെ കൂട്ടത്തിൽ തന്നെയൊക്കെ നമ്മളൊക്കെ തന്നെ അങ്ങനത്തെ ആളുകളായിരിക്കാം. അതുകൊണ്ടാണ് നമ്മുടെ ഒരു നേർചിത്രമാണ് യോന എന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ ദൈവം അങ്ങനെ അനുസരണക്കേട് കാണിച്ച ഒരുവനിൽ കൂടി തന്നെ പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും അവനെ മടക്കിക്കൊണ്ടുവന്ന് ദൈവം അവനെക്കുറിച്ച് ഉദ്ദേശിച്ച കാര്യം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ദൈവ സ്വഭാവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം ആര് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് വഴിക്ക് പോകണം. ദൈവത്തിൻ്റെ ആ സ്വഭാവം അവൻ ഓരോരുത്തരെ കൊണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അത് അങ്ങനെ തന്നെ ചെയ്യിക്കുവാൻ ദൈവത്തിന് കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടെങ്കിൽ, സൃഷ്ടിയുടെ മേൽ ദൈവത്തിനുള്ള സമ്പൂർണ്ണമായ പരിപൂർണമായിട്ടുള്ള ആധിപത്യം. ഓരോരുത്തരും എന്ത് ചെയ്യണം, ഓരോ സൃഷ്ടിയും എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ആരാ തീരുമാനിക്കുന്നത്? സൃഷ്ടിതാവായ ദൈവമാണ്. അതുകൊണ്ട് ഇദ്ദേഹം സ്വന്തം വഴിക്ക് പോകാൻ തീരുമാനിച്ചെങ്കിലും ദൈവത്തിൻ്റെ വഴിക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്ന എത്രയോ പേരെ നമുക്ക് വേദപുസ്തകത്തിൽ, ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അവരുടെ വഴിക്ക് പോയതാണ്, പക്ഷെ ദൈവം അവരെ പിടിച്ച് വഴിതിരിച്ച് ദൈവത്തിൻ്റെ വഴിക്ക് അവരെ കൊണ്ടുവന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുറഞ്ഞ പക്ഷം അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുപോലെ എത്രയോ പേരെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കൂട്ടത്തിൽ തന്നെ കാണും. ഒരിക്കലും നമ്മൾ ഈ വഴിക്ക് വരുമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ദൈവമാണ് നമ്മളെ പിടിച്ച് ഈ വഴിക്ക് കൊണ്ടുവരുന്നത്. ദൈവത്തിന് നമ്മുടെ മേൽ അങ്ങനെ ഒരു ആധിപത്യമുണ്ട് എന്നുള്ള കാര്യം അറിയുക. ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലുമാണ് കിടക്കുന്നത്. 1-2, 3-2 നമുക്ക് വായിക്കാം. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. നീ പുറപ്പെട്ട് ചെന്ന് പ്രസംഗിക്കുക. ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിൽ നീ ചെന്ന് പ്രസംഗിക്കുക,
3:2 വായിക്കുമ്പോൾ പുറപ്പെട്ടു എന്നുള്ള വാക്കും കൂടെ ഉണ്ട്. അങ്ങനെ യോന പുറപ്പെട്ടു, യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. എന്നാൽ നിനവെ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായൊരു നഗരമായിരുന്നു. അപ്പം യോന പുറപ്പെട്ട് ചെന്ന് 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ 3:2 ഒന്നുകൂടെ നോക്കിയേ. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന്, അല്ലേ? അപ്പം നീ പുറപ്പെട്ട് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. നീ പുറപ്പെടുക, നീ ചെല്ലുക, നീ പ്രസംഗിക്കുക. റൈസ്, ഗോ ആൻഡ് പ്രീച്ച്. 3 കാര്യങ്ങളാണ്. റൈസ്, ഗോ, പ്രീച്ച്. ഈ 3 കാര്യങ്ങൾ ചേർന്ന് വരുമ്പോൾ ഈ യോനയുടെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ആശയം നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. പുസ്തകത്തിലാകെ 4 അധ്യായങ്ങളാണുള്ളത്. യോനയുടെ ചരിത്രകഥ അറിയാത്തവരാരും തന്നെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നില്ല. ബൈബിൾ സർവേയിൽ നമ്മൾ വിശദമായിട്ട് ഇത് പഠിച്ചതുമാണ്. അതുകൊണ്ട് കഥ മുഴുവനും, ആ ചരിത്രകഥ മുഴുവനും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എങ്കിലും പ്രധാനമായിട്ട് ഈ 4 അധ്യായങ്ങളിലുള്ള വിഷയം എന്താണെന്ന് പറയാം. 4 അധ്യായങ്ങൾ ഓരോന്നായിട്ട് എടുക്കുകയാണെങ്കിൽ 1-ാം അധ്യായത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഒളിച്ചോടുന്ന യോന, 2-ാമത്തെ അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്ന യോന, 3-ാമത്തെ അധ്യായത്തിൽ പ്രസംഗിക്കുന്ന യോന, 4-ാമത്തെ അധ്യായത്തിൽ പഠിക്കുന്ന യോന. വേണമെങ്കിൽ ഓരോ ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞാൽ വേഗം മനസ്സിലാകും. യോന ഫ്ലീസ്, യോന പ്രൈസ്, യോന പ്രീച്ചസ് ആൻഡ് ലേൺസ്. ഓടിപ്പോകുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രസംഗിക്കുന്നു, പഠിക്കുന്നു. ഇങ്ങനെ 4 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു പുസ്തകം. ഈ പുസ്തകത്തിനകത്ത് ഓരോ അധ്യായത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യം അല്പം കൂടെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, 1-ാം അധ്യായം ദൈവസന്നിധിയിൽ നിന്ന് താൻ ഒളിച്ചോടിയത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ തനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്കാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ദൈവം തൻ്റെ ഇഷ്ടത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥാനം ദൈവഹിതത്തിനകത്തിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ദ ബെസ്റ്റ് പ്ലേസ് ഫോർ യു ടു അബൈഡ്. നമുക്ക് ഓരോരുത്തർക്കും താമസിക്കാൻ ഏറ്റവും കൊള്ളാവുന്ന സ്ഥലം ദൈവഹിതം. എന്നെക്കുറിച്ചുള്ള ദൈവഹിതം ഇപ്പോൾ എന്തെന്ന് മനസ്സിലാക്കി അതിൽ വസിക്കണം. അതിൽ വസിക്കുന്നില്ലെങ്കിൽ ദൈവം അതിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുവരും. അപ്പോൾ 1-ാം അധ്യായം നമുക്ക് നോക്കുകയാണെങ്കിൽ 1:3 അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്നാണ് ഓടിപ്പോയെന്നുള്ളതെന്ന് അറിയാനായിട്ട് 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിച്ചാൽ, എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീസിലേക്ക് ഓടിപ്പോകേണ്ടതിന് കണ്ടോ, നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് രാജ്യത്ത് നിന്ന് ഏത് രാജ്യത്തേക്ക് പോയെന്നുള്ളതല്ല. പലരുടെയും ശ്രദ്ധയിൽ അതാണ് വരുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എവിടുന്ന ഓടിപ്പോയത്? ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. യഹോവയുടെ സന്നിധിയിൽ നിന്നാണ്. പക്ഷെ നമുക്ക് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ആർക്കെങ്കിലും യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകാൻ ഒക്കുമോ? ഒരിക്കലും ഒക്കുകയില്ല. കാരണം വേദപുസ്തകം പരിചയമുണ്ടെങ്കിൽ 139-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എൻ്റെ നടപ്പും എൻ്റെ കിടപ്പും എൻ്റെ നിരൂപണവും എല്ലാം നിൻ്റെ മുമ്പിലിരിക്കുന്നു. അതിൽ നിന്നൊന്നും എനിക്ക് ഒഴിഞ്ഞിരിക്കാനായിട്ട്, ദൈവത്തിൽ നിന്ന് ഒളിച്ചു വെക്കാനായിട്ട് കഴിയുകയില്ല. വേണമെങ്കിൽ ഒന്ന് വായിക്കാം. 139-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, ദൈവം എല്ലാ നിരൂപണങ്ങളും, നമ്മുടെ നടപ്പും ഇരിപ്പും കിടപ്പും എല്ലാം അറിയുന്നവനാണ് ദൈവം എന്നുള്ള കാര്യം എപ്പോഴും അറിഞ്ഞിരിക്കണം. അവിടുന്ന് ആർക്കും ഓടിപ്പോകാനൊക്കെയല്ല. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നിരൂപണം ദൂരത്ത് നിന്ന്. തവിട് വായിക്കുമ്പം നടപ്പും കിടപ്പും എല്ലാം, ഞാൻ ദൂരത്ത് എവിടെയെങ്കിലും പോയാൽ അവിടെ രക്ഷപ്പെട്ടു പോകാമെന്ന് വിചാരിച്ചാൽ അവിടെയും നിൻ്റെ കൈ എന്നെ പിടിക്കും. അപ്പോൾ ദൈവത്തിന് സർവ്വവ്യാപി ആയതുകൊണ്ട് ബുദ്ധിയുള്ള ഒരാളും ദൈവസന്നിധിയിൽ നിന്ന് ഒളിച്ചോടുകയില്ലെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം, അല്ലേ? അതുകൊണ്ടാണല്ലോ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദാവീദ് എന്താ പറഞ്ഞത്? നിൻ്റെ സന്നിധിയിൽ തന്നെ തള്ളിക്കളയരുത്, നിൻ്റെ പ്രസൻസാണ് എനിക്ക് വേണ്ടത്. അത് മനസ്സിലാക്കിയ മോശ പറഞ്ഞല്ലോ, നിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ പുറപ്പെടുവിക്കരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്, അവൻ്റെ വലത്തുഭാഗത്ത് പ്രമോദങ്ങളുണ്ട് എന്ന് 16-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്നാണ് അദ്ദേഹം ഓടിപ്പോയെന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോയി എന്നുള്ളതിനേക്കാൾ നാം ഗ്രഹിക്കേണ്ട കാര്യം, ഹി വെൻ്റ് അവേ ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. നമുക്കെപ്പോഴും ദൈവസന്നിധിയിൽ വസിക്കുവാൻ, ആ സാന്നിധ്യ ബോധത്തിൽ ഇരിക്കുവാനായിട്ടുള്ളൊരു മനസ്സ് വേണം. അങ്ങനെ പോയതുകൊണ്ടുണ്ടായ അപകടം അറിയാം. യാത്ര ചെയ്ത കപ്പലിലുണ്ടായ പ്രശ്നങ്ങൾ. അവസാനം അവനെ എടുത്ത് കടലിൽ കളഞ്ഞു. ഒരു മത്സ്യം അവനെ വിഴുങ്ങി. അതിൻ്റെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നതാണ് 2-ാമത്തെ അധ്യായം. ആ പ്രാർത്ഥന നമ്മൾ പരിശോധിച്ചാൽ വളരെ വിവേകത്തോടു കൂടിയാണ് ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. സാധാരണ നമ്മുടെ പ്രാർത്ഥനയിനകത്ത് യാചനയും അപേക്ഷയും, എന്നെ ഇവിടുന്ന് രക്ഷിക്കണേ എന്നൊക്കെയുള്ള
അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ അനുഗ്രഹം തരണമേ, അല്ലേ, നമേ നമേ എന്ന് അവസാനിക്കുന്ന പ്രാർത്ഥനകളല്ലേ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറ്. തരണമേ തരണമേ, അനുഗ്രഹിക്കണമേ. എന്നാൽ യോനയ്ക്ക് അങ്ങനെ ഒരു പ്രാർത്ഥന അല്ല അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നതെന്നുള്ള കാര്യം ഒരു സ്തോത്ര പ്രാർത്ഥനയാണ്, ഒരു പുതു സമർപ്പണത്തിൻ്റെ പ്രാർത്ഥനയാണ്, മാനസാന്തരത്തിൻ്റെ പ്രാർത്ഥനയാണ്. ചില കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുകയാണ്. നമുക്ക് ആ 2-ാം അധ്യായത്തിൽ 4-ാം വാക്യം ഒന്ന് വായിക്കുകയാണെങ്കിൽ, ചില വാക്യങ്ങൾ മാത്രം വായിച്ചു പോയാൽ, നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. മത്സ്യത്തിൻ്റെ വയറ്റിലാണെങ്കിലും മരുഭൂമിയിലാണെങ്കിലും ഗുഹയ്ക്കകത്താണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക്. യു ക്യാൻ കൺവേർട്ട് ദാറ്റ് ഇൻ ടു എ സാങ്ച്വറി. അങ്ങനെ ദാവീദിൻ്റെ ചില സങ്കീർത്തനങ്ങളൊക്കെ നോക്കിയാൽ വിൽഡർനെസ്, മരുഭൂമിയിൽ ഞാൻ അസീഫ് ഇൻ ദ സാങ്ച്വറി. അതുപോലെ തന്നെ 57-ാം സങ്കീർത്തനം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കെയ്വിനകത്തിരിക്കുമ്പോൾ ദാറ്റ് വാസ് കൺവേർട്ടഡ് ഇൻ ടു എ സാങ്ച്വറി. അപ്പോൾ ഇവിടെ മത്സ്യത്തിൻ്റെ വയറും എന്തായിട്ട് മാറുകയാണ്? ഒരു വിശുദ്ധ മന്ദിരമായിട്ട്. ഞാൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. 63-ാം സങ്കീർത്തനത്തിലാണ് ഉണങ്ങി വരേണ്ട ദേശത്ത് വിശുദ്ധ മന്ദിരത്തിലേക്ക്. അപ്പോൾ എന്നിട്ട് 9-ാം വാക്യത്തിൽ വരുമ്പോൾ എന്താണ് വാസ്തവത്തിൽ അദ്ദേഹം കണ്ടെത്തുന്നതെന്നുള്ളത് നമുക്ക് കാണാം. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും. അപ്പോൾ സ്തോത്രയാഗം അർപ്പിക്കുകയാണ്, കണ്ടോ. അപ്പം അദ്ദേഹം പറഞ്ഞ പരാതിയില്ല, അല്ലെങ്കിൽ അപേക്ഷകളില്ല, സ്തോത്രം അർപ്പിക്കുന്നു. എന്നിട്ട് താഴോട്ട് വായിക്കുകയാണെങ്കിൽ, ഞാൻ നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും, രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. അതാണ് ഏറ്റവും വലിയ വെളിപ്പാട്. രക്ഷ എവിടെ നിന്ന് വരുന്നു? ഇത് വേദപുസ്തകത്തിൽ തന്നെ നമ്മളെല്ലാവരും ഗ്രഹിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ്. പ്രാർത്ഥനയിൽ അദ്ദേഹം പറയുകയാണ്, രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും എല്ലാ സാഹചര്യങ്ങളെയും നന്ദിയോടെ സ്വീകരിക്കുകയൊക്കെ ചെയ്ത ഒരു പ്രവാചകനാണ്. രക്ഷ യഹോവയുടെ പക്കൽ നിന്നാണ് വരുന്നതെന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. കാരണം നിരൂപണങ്ങളൊക്കെ ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് താൻ എല്ലാം ആവിഷ്കരിച്ച് ദൈവത്തോട് പറയേണ്ടതായിട്ട് ഇല്ലല്ലോ. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മത്സ്യം അദ്ദേഹത്തെ എത്തേണ്ട സ്ഥലത്ത് കൊണ്ടുവന്ന് ഛർദ്ദിച്ചിട്ട കാര്യം ഒക്കെ നിങ്ങൾ ഓർക്കുക. അവിടെ നിനവേക്കാർക്ക് ഒരടയാളമായിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നതാണ് നാം കാണുന്നത്. 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനായ്ക്കുണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ. അതിന് തൊട്ട് മുമ്പില് 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം കൂടെ ചേർത്താൽ നന്നായിരിക്കും. കരയ്ക്ക് മത്സ്യം യോനയെ എന്ത് ചെയ്തു? അതോടെ ചേർത്ത് വായിച്ചോളൂ. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു, എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനായെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് 3-ാം അധ്യായം തുടങ്ങുന്നത്. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനായ്ക്കുണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. അപ്പോൾ ഒരു കാര്യം അദ്ദേഹത്തിന് വ്യക്തമായിട്ട് മനസ്സിലാക്കി കാണും, അല്ലേ? അതായത് എൻ്റെ നടപടികളും എൻ്റെ ഇഷ്ടങ്ങളും നടക്കത്തില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമേ നടക്കത്തുള്ളൂ. ദൈവം ചെവിക്ക് പിടിച്ച് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ, ആളെ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചിട്ട് അവിടെ പ്രസംഗിക്കാനായിട്ട് പറഞ്ഞപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? നീ പുറപ്പെട്ട് ചെന്ന് നിന്റെ മനസ്സിൽ തോന്നിയ നിന്റെ വികാരങ്ങളെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം അങ്ങ് എന്താണ് പറഞ്ഞത്? ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം. ഓ വണ്ടർഫുൾ. ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം പ്രസംഗിക്കുക. അത് നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് തോന്നിയത്, നമ്മൾ വായിച്ചുണ്ടാക്കിയത്, നമുക്ക് ഒരു പുതിയ വ്യാഖ്യാനമെന്ന് തോന്നിയത് ഒന്നും പ്രസംഗിക്കാനല്ല പറഞ്ഞത്. ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം. അതുകൊണ്ടാണ് പൗലോസൊക്കെ പറഞ്ഞത്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങൾക്ക് ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം. നമ്മുടെ ഇമ്പൾസസ് അനുസരിച്ച് നമുക്ക് ഒരുപക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഇദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു, ബലമായിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പം സാക്ഷ്യത്തിലൊക്കെ പറയുന്ന പോലെ അങ്ങ് പറയാൻ തുടങ്ങുമായിരുന്നെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ഇവിടെ വരാനായിട്ട്, എന്നെ ദൈവം കൊണ്ടുവന്നുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞേക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഒന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാൻ നിന്നോട്. ദൈവം എന്താണ് അവനോട് പറഞ്ഞത്? അതെങ്ങനെ പറഞ്ഞതെന്നുള്ള 4-ാം വാക്യത്തിലുണ്ടല്ലോ. 4-ാം വാക്യം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ചേർക്കുക. അങ്ങനെ യോന പുറപ്പെട്ടു യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. എന്നാൽ നിനവെ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായൊരു നഗരമായിരുന്നു. യോന നഗരത്തിൽ കടന്ന് ആദ്യം 1 ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു. അതാണ് അത് കാണിക്കാൻ വേണ്ടി. ഇംഗ്ലീഷിൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഹി ക്രൈഡ് ആൻഡ് സെഡ് എന്നാണ്. ഹി ക്രൈഡ് ആൻഡ് സെഡ് ഫ്രം ദ ഹാർട്ട്.
അവനെ എങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അവിടെ ചെന്ന് കരഞ്ഞ് അവൻ്റെ ഉള്ളു തകർന്നിട്ടാണ് അപ്പോൾ ഈ ദൈവം അരുളി ചെയ്ത കാര്യം അവൻ ഉൾക്കൊണ്ടു, അവന് മനസ്സിലായി എന്നുള്ളതിൻ്റെ തെളിവാണ് എന്ത് ഘോഷിച്ചു പറഞ്ഞു എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഹി ക്രൈഡ്. അവരെല്ലാം നശിപ്പിക്കാൻ പോകുന്നതുകൊണ്ട്, നിനവെ പട്ടണത്തെ നശിപ്പിക്കുവാൻ പോകുന്നതുകൊണ്ട് അവൻ്റെ ഉള്ളിലുണ്ടായ ദുഃഖം, അതിൽ നിന്ന് മാനസാന്തരപ്പെടുവാനായിട്ട് അപ്പോൾ അത് ഉൾക്കൊണ്ടു. ആ പ്രസംഗം ഉൾക്കൊണ്ടിട്ടാണ് അവനത് മനസ്സിലാക്കിയിട്ട് അവൻ്റെ ഉള്ളിൽ തട്ടിയാണ്. ഹി സൈഡ് ഇറ്റ് ഫ്രം ദ ഹാർട്ട്. ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്നാണ് ക്രൈഡ് ആൻഡ് സെഡ്. എപ്പോഴേ കരച്ചിലൊക്കെ വരുന്നത്? ഉള്ളിൽ തട്ടുമ്പോഴല്ലേ. അപ്പോൾ ഉള്ളിൽ തട്ടിയാണ് ഈ പ്രസംഗം വന്നതെന്നുള്ള കാര്യം ഓർക്കണം. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? 5-ാം വാക്യത്തിലുണ്ട്, അവർ വിശ്വസിച്ചു, അനുതപിച്ചു, മാനസാന്തരപ്പെട്ടു. 5-ാം വാക്യം വായിക്കാം. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു. അനുതാപം, ഉപവാസം പരസ്യം ചെയ്ത് വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. വർത്തമാനം നിനവേ രാജാവിന്റെ അടുക്കൽ എത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ചു, രട്ടുപുതച്ച് വെണ്ണീറിലിരുന്നു. അപ്പൊ അവരെല്ലാം അനുതപിച്ചു. 8-9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗവും താന്താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരികെയും വേണം. വിട്ട് മനം തിരിഞ്ഞു. 10-ാം വാക്യത്തിൽ പറയാണ്, അവർ ദുർമാർഗം വിട്ട് തിരിഞ്ഞുവെന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ. വളരെ അതായത് പ്രകടമായിട്ട് വന്നു. അവരെ വിശ്വസിച്ചു, മാനസാന്തരപ്പെട്ടു, വിട്ട് തിരിഞ്ഞു, അവരുടെ പ്രവൃത്തികളാൽ അത് വെളിപ്പെട്ടു വന്നു. ഇതെല്ലാം ആ ഉള്ളിൽ നിന്ന് വന്നപ്പോഴാണ്. ഈ പ്രസംഗം എവിടെ നിന്ന് വന്നെന്നാണ് ഞാൻ പറഞ്ഞത്? ഹി ക്രൈഡ് ആൻഡ് സെഡ്, അല്ലേ? കരഞ്ഞുകൊണ്ട് ഘോഷിച്ച് പറഞ്ഞു. അപ്പം ഹൃദയബോധ്യത്തിൽ നിന്ന്, ദൈവം നൽകിയ വെളിപ്പാടിൽ നിന്ന്, തൻ്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പ്രസംഗിച്ചത്. ഞാൻ 3 വാക്കുകൾ പറഞ്ഞു, ശ്രദ്ധിച്ചോ? ഹി പ്രീച്ച്ഡ് ഫ്രം കൺവിക്ഷൻ, ഹി പ്രീച്ച്ഡ് ബേസ്ഡ് ഓൺ റെവലേഷൻ ആൻഡ് ഹി പ്രീച്ച്ഡ് ഫ്രം ഹിസ് ഓൺ എക്സ്പീരിയൻസ്. അദ്ദേഹം പ്രസംഗിച്ചത് ഹൃദയബോധ്യത്തിൽ നിന്നാണ്, ദൈവം നൽകിയ വെളിപ്പാടിൽ നിന്നാണ്, അവൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രസംഗിച്ചത്. അങ്ങനെ പ്രസംഗിച്ചപ്പോഴാണ് എന്തുണ്ടായത്? മാനസാന്തരം, വിശ്വാസം ഉണ്ടായി, മാനസാന്തരം ഉണ്ടായി, അനുതാപം ഉണ്ടായി. അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞു, അവരുടെ പ്രവൃത്തികൾ മാറി, ദൈവത്തിന് അവരോട് ക്ഷമിക്കുവാനായിട്ട് പറ്റി. യോനയെ നിനവേക്കാർക്ക് ഒരു അടയാളമായിട്ടാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് പുതിയ നിയമത്തിലാണ് നാം വായിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വേറെയും സുവിശേഷ ഭാഗങ്ങളിലുണ്ട്. ഒരു ഭാഗം നമുക്കിപ്പോൾ വായിക്കുകയാണെങ്കിൽ, നിനവേക്കാർക്ക് അടയാളമായിട്ടാണ് യോനയെ വെച്ചിരിക്കുന്നത്. പുരുഷാരം തിങ്ങിക്കൂടിയപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങിയത്, ഇത് ദോഷമുള്ള തലമുറയാകുന്നു, അത് അടയാളം അന്വേഷിക്കുന്നു. യോനായുടെ അടയാളമല്ലാതെ അതിന് ഒരു അടയാളവും കൊടുക്കുകയില്ല. യോന നിനവേക്കാർക്ക് അടയാളമായതുപോലെ. യോനെ നിനവേക്കാർക്ക് അടയാളമായതുപോലെ. ഇപ്പോൾ തൽക്കാലം അത്രയും വായിച്ചാൽ മതി. നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് പോകാം. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം യോനയെ പഠിപ്പിക്കുന്നതാണ് നാം കാണുന്നത്. അപ്പോൾ ദൈവവും യോനയുമായിട്ടൊരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. നമുക്ക് ആദ്യത്തെ 2 വാക്യങ്ങൾ 4-ാം അധ്യായത്തിൽ നിന്ന് വായിക്കാം. യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി, അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീസിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. എന്തുകൊണ്ടാണ് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാതെ ഇരുന്നതെന്നുള്ളതിൻ്റെ ന്യായം അദ്ദേഹം തന്നെ ദൈവത്തോട് പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരുന്നു? ഞാൻ അറിഞ്ഞു. എന്തറിഞ്ഞു? ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്, ദൈവത്തിൻ്റെ പ്രകൃതം എന്താണ് എന്ന് നീ കൃപയും ദയയും മഹാദയും, ഇല്ലേ? 4-2 മുഴുവനായിട്ട് വായിച്ചാൽ. നീ കൃപയും കരുണയും ആദ്യം മുതൽ വായിച്ചോ. 4-2 മുഴുവനായിട്ട് വായിച്ചോളൂ. യോനാക്ക് ഇത് അത്യന്തം അനിഷ്ടമായി, അവന് കോപം വന്നു. ഏതാ അത്യന്തം അനിഷ്ടമായത്? 3-ാം അധ്യായത്തിൽ ആളുകൾ മാനസാന്തരപ്പെട്ട് അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞതും ദൈവം അവരെ നശിപ്പിക്കാതിരുന്നതുമാണ്. ഓക്കെ, വായിച്ചോ. യോനാക്ക് ഇത് അത്യന്തം അനിഷ്ടമായി, അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീസിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാ തർശീസിലേക്ക് ഓടിപ്പോയത്? നോക്കേ. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു. ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഞാൻ അറിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ഇപ്പൊ അറിഞ്ഞെന്നല്ല പറഞ്ഞത്. ഞാൻ എപ്പോ അറിഞ്ഞു? ഞാൻ നേരത്തെ തന്നെ, എന്നെ പറഞ്ഞു വിട്ടപ്പോൾ തന്നെ എനിക്ക് നിന്റെ സ്വഭാവം എന്താണെന്ന് അറിയാമായിരുന്നു. ഹി ന്യൂ ദ നേച്ചർ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്, ദൈവത്തിൻ്റെ പ്രകൃതം എന്താണെന്നുള്ളത് നേരത്തെ തന്നെ അറിയാം.
അപ്പോൾ അങ്ങനെ പോയി പ്രസംഗിക്കുമ്പോൾ നിങ്ങളെ നശിപ്പിക്കുമെന്ന് പ്രസംഗിക്കും, അവർ മാനസാന്തരപ്പെടും, ദൈവം അവരെ രക്ഷിക്കും, അപ്പോൾ എൻ്റെ മാനം പോകും. ഇതാണല്ലോ ഒരുപാട് പേരുടെ പ്രശ്നമല്ലേ. അതുകൊണ്ട് എനിക്ക് എൻ്റെ തടി കേടാകാതെ എൻ്റെ മാനം സംരക്ഷിച്ച് നിൽക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. എന്നിട്ട് 3-ാം വാക്യത്തിൽ അതുകൊണ്ട് പറയുകയാണ്, നീ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് മരിച്ചാൽ മതിയെന്ന്, അല്ലേ? 3-ാം വാക്യം, യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണം, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. എൻ്റെ പ്രാണനെ അങ്ങ് എടുത്തോ, എനിക്ക് മരിച്ചാൽ മതി. നല്ല മനോഭാവം അല്ലേ. അപ്പോൾ ദൈവം അവിടെയാണ് അദ്ദേഹത്തെ പഠിപ്പിക്കാനായിട്ട് തീരുമാനിച്ചത്. 6-ാം വാക്യത്തിൽ യോനായെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം. അപ്പോൾ ദൈവത്തിന് അതുകൊണ്ട് കേട്ടോ, ഇവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കണമല്ലോ. അപ്പോൾ അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം ആഗ്രഹിച്ചിട്ട് കരുണയോടെ അവനോടും ഇടപെടുകയാണ്. ഈ നിനവേക്കാരോട് മാത്രമല്ല, പ്രസംഗിച്ച ആളോടും ദൈവത്തിന് എന്തുണ്ട്? കരുണയുണ്ട്. അതുകൊണ്ട് അവനെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ദൈവം കരുണയോട് അവനോട് ഇടപെട്ടിട്ട് ഒരു വിസിബിൾ ലെസൺ കൊടുക്കുകയാണ്, ദൃശ്യമായിട്ടുള്ള ഒരു പാഠം കൊടുക്കുകയാണ്. വായിച്ചോ. വിടുവിക്കുവാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് അവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. ആവണക്ക് സന്തോഷം. പിന്നെ പിറ്റന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് ആവണക്ക് കുത്തിക്കളഞ്ഞു. അത് വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ളൊരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. അപ്പൊ 3 കാര്യങ്ങളാണ് ദൈവം പഠിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചത്. ഒരു ആവണക്ക്, ഒരു പുഴു, അത്യുഷ്ണമുള്ളൊരു കിഴക്കൻ കാറ്റ്. ഈ 3 കാര്യങ്ങൾ വഴി ഒരു കാര്യം അവനെ പഠിപ്പിക്കുകയാണ് ചെയ്തത്, അല്ലേ? അപ്പോൾ അപ്പോഴത്തേക്ക് എന്തായി? ഗോഡ്സ് ട്രെയിനിങ് സ്കൂൾ ഓഫ് സഫറിങ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? നമ്മളെ കഷ്ടതയിൽ കൂടി കൊണ്ടുവന്നിട്ട് ദൈവത്തിൻ്റെ പാഠങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതിനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഇവിടെ യോനയോടും അവലംബിക്കുന്നത്. അവസാനം എന്ത് കൺക്ലൂഷനിലാണ് എത്തിയത്? 9, 10 വാക്യങ്ങൾ, 10, 11 വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ ദൈവം യോനയോട് നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന് അവൻ, ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. അതിന് യഹോവ, തൻ്റെ സുഖം കുറച്ച് ബുദ്ധിമുട്ടിലായതുകൊണ്ടാണല്ലോ കോപിക്കുന്നത്, അല്ലേ? അപ്പൊ അതിന് യഹോവ എന്ത് ചോദിച്ചു? അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് പറഞ്ഞാൽ നിനവ പട്ടണത്തോടല്ല, അവിടെയുള്ള ജനങ്ങളോടാണ്. നിനക്കൊരു ആവണക്കിനെ കുറിച്ച് ഇത്രയും വിഷമം ഉണ്ടെങ്കിൽ, നീ ഒന്നും ചെയ്യാതെ കിളുത്തു വന്ന ഒരു ആവണക്കിനെ കുറിച്ച് ഇത്രയും വിഷമം ഉണ്ടെങ്കിൽ, ഞാൻ സൃഷ്ടിച്ച ലക്ഷക്കണക്കിന് ആളുകളെക്കുറിച്ച് എനിക്ക് ഒരു അയ്യോഭാവം. ഷുഡ് നോട്ട് ഐ സ്പെയർ നിനവേ ഞാൻ നാശത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതല്ലയോ? അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വാസ്തവത്തിൽ ദൈവഹിതത്തിൻ്റെ വെളിപ്പാടാണ്. എന്താ ദൈവഹിതത്തിൻ്റെ വെളിപ്പാട്? ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിക്കണമെന്നുള്ള ദൈവഹിതം, അതാണ് ഇവിടെയും നടപ്പാകുന്നത്. അപ്പോൾ ഇതാണ് ആ പുസ്തകത്തിലെ സംഭവം എന്നുള്ള കാര്യം ഓർക്കുക. നമുക്ക് യോനയെക്കുറിച്ച് അല്പം കൂടെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, യോനയെക്കുറിച്ചും യോനയുടെ പുസ്തകത്തെക്കുറിച്ചും വേറെ ചില കാര്യങ്ങളും കൂടി ചേർത്ത് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, വേദപുസ്തകത്തെ വിമർശിക്കുന്ന, ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ഈ പുസ്തകം എടുത്ത് കാണിച്ചിട്ട് പറയാറുണ്ട്, ബൈബിൾ വിശ്വാസയോഗ്യമല്ല, ഇതൊരു കെട്ടുകഥയാണ്, ഇത് ഐതിഹ്യമാണ്, ഇത് വെറും അലങ്കാരമാണ്. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒന്നും ലോകത്തിൽ ഒരു മത്സ്യം മനുഷ്യനെ വിഴുങ്ങാറില്ല. ഉൽപ്പത്തി പുസ്തകം, വെളിപ്പാട് പുസ്തകം, യോനയുടെ പുസ്തകം, ഇത് 3 കണ്ട് ഒരു ലൈനിലാണ് ആളുകൾ വെക്കുന്നത്. ഉൽപ്പത്തി പറഞ്ഞിരിക്കുന്ന പോലെ സൃഷ്ടി നടക്കുന്നില്ല, വെളിപ്പാടിൽ പറഞ്ഞിരിക്കുന്ന പോലെ സംഹാരം നടക്കുന്നില്ല, ഈ യോനയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മത്സ്യമൊന്നും ആരെയും വിഴുങ്ങുന്നുമില്ല എന്ന് പറഞ്ഞ് ഈ പുസ്തകങ്ങളൊക്കെ വിമർശനത്തിന് വിധേയപ്പെട്ടിട്ട് അങ്ങനെയുള്ള ഒരു കാര്യവും നടക്കത്തില്ല എന്ന് പറയാറുണ്ട്. 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യോനായെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കി. ഒരു മഹാമത്സ്യത്തെ, ആ പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. എ സീ മോൺസ്റ്റർ എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലത്തെ നമുക്ക് പരിചയമില്ലാത്ത മത്സ്യങ്ങൾ അല്ലെങ്കിൽ ജലജീവികൾ ഉണ്ടെന്നുള്ളത് ഇയ്യോബിൻ്റെ പുസ്തകത്തിലുണ്ട്. ഇയ്യോബിനോട് അവസാനം ദൈവം തന്നെ ഇടപെട്ട് ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരോട് ചോദ്യങ്ങൾ ചോദിച്ചത് 40-41 അധ്യായങ്ങളിൽ കിടപ്പുണ്ട്. 40-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിക്കുകയാണെങ്കിൽ
40-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളും വായിക്കണം. 15 മാത്രം വായിക്കുകയാണെങ്കിൽ, ഞാൻ നിന്നെ പോലെ ഉണ്ടാക്കിയിരിക്കുന്ന നദീഹയമുണ്ടല്ലോ, നദീഹയം അല്ലെങ്കിൽ ബെഹാമോത്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആർക്കെങ്കിലും സുവോളജി പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ കടലിനെ കുറിച്ചൊക്കെ പഠിക്കുന്നവർക്ക് വേണമെങ്കിൽ ഗവേഷണം ചെയ്യാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ജീവിയെക്കുറിച്ച് പറയുന്നുണ്ട്. 23-ാം വാക്യം, ബാക്കി ഇടയ്ക്കുള്ളത് നിങ്ങൾ വായിക്കുക കേട്ടോ. 23-ാം വാക്യം, നദി കവിഞ്ഞൊഴുകിയാലും അത് ഭ്രമിക്കുന്നില്ല, നദി കവിഞ്ഞൊഴുകിയാൽ അത് ഭ്രമിക്കുന്നില്ല, യോർദാൻ അതിന്റെ വായിലേക്ക് ചാടിയാലും അത് നിർഭയമായിരിക്കും. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? യോർദാൻ അതിന്റെ വായിലേക്ക് ചാടിയാലും അത് നിർഭയമായിരിക്കും. പിന്നെ അത് നോക്കിക്കൊണ്ടിരിക്കെ അതിനെ പിടിക്കാമോ, അതിന്റെ മൂക്കിൽ കയർ കോർക്കാമോ, അതിനെ ചൂണ്ടയിട്ട് പിടിക്കാമോ, മഹാനക്രത്തെ ചൂണ്ടലിട്ട് പിടിക്കാമോ. അടുത്തത് 41-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുക. അതിന്റെ മഹാനക്രത്തെ ചൂണ്ടലിട്ട് പിടിക്കാമോ. അപ്പൊ വേറെ സാധനത്തെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം പറഞ്ഞത് നദീഹയത്തെ കുറിച്ചാണ്, ഇപ്പോൾ പറയുന്നത് മഹാനക്രം അല്ലെങ്കിൽ ലിവ്യാദാൻ. അപ്പൊ അതിനെക്കുറിച്ച് നിനക്ക് അറിയാമോ? ആ വാക്യങ്ങൾ 1-2 വായിച്ചാട്ട്. മഹാനക്രത്തെ ചൂണ്ടലിട്ട് പിടിക്കാമോ, അതിന്റെ നാക്ക് കയറുകൊണ്ട് അമർത്താമോ, അതിന്റെ മൂക്കിൽ കയറ് കോർക്കാമോ, അതിന്റെ അണയിൽ കൊളുത്ത് കടത്താമോ, ചൂണ്ടയിട്ട് പിടിക്കാമോ എന്ന്. അത് നിന്നോട് ഏറിയ യാചന കഴിക്കുമോ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനത്തെ ജലജീവികൾ, സമുദ്രജീവികൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പക്ഷെ ദൈവത്തിന് ഇതൊക്കെ ഉണ്ടാക്കുന്നതിനും പരിപാലിക്കുന്നതിനും കൽപ്പിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നതിനും ഒന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നറിഞ്ഞിരിക്കണം. 2 ജലജീവികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, നദീഹയം, മഹാനക്രം. അപ്പോൾ ഇതുപോലെയുള്ളൊരു സീ മോൺസ്റ്റർ, ഒരു മഹാമത്സ്യത്തെ ആയിരിക്കും ദൈവം കൽപ്പിച്ചാക്കിയത്. കുറേ കൂടെ ഒരു നല്ല തെളിവെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ യോന ജീവിച്ചിരുന്ന ഒരാളാണെന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ നേരത്തെ ഒരു വാക്യം വായിച്ചായിരുന്നു. നമുക്ക് വേറൊരു വാക്യം കൂടെ വേണമെങ്കിൽ നോക്കാം. മത്തായി 12-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യോന ജീവിച്ചിരുന്നു എന്ന് യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു സാങ്കല്പിക കഥാപാത്രമായിരുന്നില്ല എന്ന്. അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോന പ്രവാചകന്റെ അടയാളമല്ലാതെ എന്ന് പറഞ്ഞപ്പോൾ യോന ജീവിച്ചിരുന്ന ഒരാളാണെന്നുള്ളത് വ്യക്തമാകുകയാണല്ലോ. അവർക്കെല്ലാം അറിയാം, ഇതൊരു കഥയല്ല, അവർക്ക് പരിചയമുള്ള ഒരാളാണ്. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും. ഇതെല്ലാം സംഭവിച്ച കാര്യമാണെന്നുള്ളത് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതാണെങ്കിലും എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കും ആ കാര്യത്തിൽ സംശയമില്ലെന്ന് എനിക്കറിയാം. ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാൻ വേണ്ടി മാത്രം ആ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് പ്രവാചകനായ യോനയെക്കുറിച്ച് നോക്കാം. യോന സ്വദേശം എവിടെയായിരുന്നു എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ദക്ഷിണ ഗലീലയിലെ നസ്രത്തിന് അടുക്കൽ 3 മൈൽ വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന ഗത്ത് ഹേഫർക്കാരനായിരുന്നു അദ്ദേഹം. ഗത്ത് ഹേഫർക്കാരനായ അമിത്ഥായിയുടെ മകൻ എന്ന് 2 രാജാക്കന്മാരിൽ നിന്ന് വായിച്ചത് ഓർക്കുക. അദ്ദേഹം ഒരു രാജ്യതന്ത്രജ്ഞൻ, സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു. ജെരോബയാം 2-ാമൻ രാജ്യം ഭരിക്കുന്ന സമയത്ത് പ്രവചിക്കുകയും രാജ്യത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തത് 2 രാജാക്കന്മാർ 14-ാം അധ്യായത്തിൽ നിന്ന് നിങ്ങൾക്ക് പിന്നീട് വായിക്കാം. പ്രവചിച്ച സ്ഥലം ഇസ്രായേൽ ആയിരുന്നു. യോനയെക്കുറിച്ച് ഒരു ഐതിഹ്യം നിലവിലുള്ളത്, ഏലിയാവ് സാരെഫാത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഉയർപ്പിച്ച മകനാണ് ഈ യോന എന്ന് ഒരു ഐതിഹ്യമുണ്ട്. അദ്ദേഹം ഏലീശയുടെ ശിഷ്യഗണത്തിൽപ്പെട്ടവനായിരുന്നു എന്നും യഹൂദ പാരമ്പര്യം പറയുന്നുണ്ട്. ശരിയോ തെറ്റോ നമുക്കറിയാൻ പാടില്ല, തെളിയിക്കാനായിട്ട് രേഖകളും ഇല്ല. പക്ഷേ അങ്ങനെ ഒരു വിശ്വാസം ഇസ്രായേലിലുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. പൊതുവെ ഇസ്രായേൽ മക്കളുടെ ഇടയിലുള്ളൊരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ല. ഒരിക്കലും ഗലീലയിൽ നിന്ന് പ്രവാചകൻ, യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 52-ാം വാക്യം വായിച്ചാൽ അവർ യേശുവിനോട് പലപ്പോഴും ഈ ചോദ്യം ഉയർത്തുന്നത് നമുക്ക് കാണാം. ഒരു പൊതുചിന്തയാണ്, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ. അവർ അവനോട്, നീയും ഗലീലക്കാരനോ? പരിശോധിച്ചു നോക്കുക, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതൊരു ജനറൽ തിങ്കിങ് ആണ്. ബട്ട് ഗോഡ് ക്യാൻ. ദൈവത്തിന് എവിടുന്നും പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കാൻ സാധിക്കും. യോന, നഹൂം, മലാഖി ഇവരൊക്കെ ഗലീലക്കാരാണ്. മനസ്സിലായി? യോന മാത്രമല്ല, നഹൂം അവിടുന്നാണ് വന്നത്. നമ്മളിനി അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കും. മലാഖി അദ്ദേഹത്തെക്കുറിച്ചും പഠിക്കാൻ പോകുന്നുണ്ട്. അവരെല്ലാം ഗലീലക്കാർ ആയിരുന്നു. യോനയുടെ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊരു പ്രവചനമാണോ എന്നൊരു സംശയം നമ്മുടെ മനസ്സിൽ വേണമെങ്കിൽ വരാം. മറ്റ് പ്രവചന പുസ്തകങ്ങളെ പോലെയുള്ള ഒരു പ്രവചനം അല്ല
എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഭാവിയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പറയുന്ന ഒരു കാര്യം ഈ പുസ്തകത്തിലില്ല. യോനാ പ്രവാചകൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സുപ്രധാന സംഭവത്തിൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ ആവിഷ്കാരം മാത്രമാണ് യോനയുടെ പുസ്തകത്തിൽ ഉള്ളത്. തൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ വിവരിക്കുന്നു. എല്ലാം സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളുടെ ഒരു റിപ്പോർട്ട് എന്ന് മാത്രമേ അതിനെ കാണാനൊക്കെ ഉള്ളൂ. അല്ലാതെ ഒന്നും നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അല്ല. നിനവെ എന്ന് പറയുന്ന പട്ടണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 1-2 വാക്യങ്ങൾ വായിച്ചാൽ, 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ചാൽ നിനവെ ഒരു മഹാനഗരമായിരുന്നു എന്ന് കാണാം. അമിതായുടെ മകനായ യോനാക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന്. ഈ മഹാനഗരം എന്ന് പറയാൻ കാരണം ഇത് അശൂർ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ആയിരുന്നു. ഈ നിനവെ പട്ടണം പണ്ടേ നിലവിൽ വന്നതാണ്. ഇത് ആരാ പണിതതെന്നൊക്കെ അറിയാനായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് പോയാൽ, ഉൽപ്പത്തി 10-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിമ്രോദാണ് ഇത് പണി കഴിപ്പിച്ചത്. നിമ്രോദ് ബാബേൽ മുതലായ പല പട്ടണങ്ങൾ പണി കഴിപ്പിച്ചപ്പോൾ ഇവിടെ നിനവെയും പണി കഴിപ്പിക്കുന്നതായിട്ട് അതിൻ്റെ ഉൽപ്പത്തി അവിടെ നിങ്ങൾക്ക് കാണാം. 10-ാം അധ്യായത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ. ആ ദേശത്ത് നിന്ന് അശൂർ പുറപ്പെട്ടു നിനവെ രഹോബോത്ത് പട്ടണം കാലഹ് നിനവയ്ക്കും കാലഹിനും മധ്യേ മഹാനഗരമായി രേസൻ എന്നിവ പണിതു. അപ്പം നിനവെ പണിതു. ബാക്കി ദയവായിട്ട് മുകളിലോട്ടും താഴോട്ടും വായിക്കുക. അപ്പോൾ എങ്ങനെയാണ് നിനവെ നിലവിൽ വന്നത്, ആരാണ് പണിതത് എന്നൊക്കെ കാണാനായിട്ട് സാധിക്കും. BC 8-ാം നൂറ്റാണ്ട് വരെ നിലനിന്ന ലോക സാമ്രാജ്യങ്ങളിൽ വളരെ ആകർഷണമുണ്ടായിരുന്ന അശൂർ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു നിനവെ. BC 607 ബാബേൽ ഉയർന്നു വന്നപ്പോൾ അശൂർ അധപ്പതിച്ചു. നിനവെ ബാബിലോണിന് വടക്ക് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതൊരു മഹാനഗരമാണെന്ന് ഈ പുസ്തകത്തിൽ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നമ്മൾ വായിച്ചായിരുന്നു. 3-3 വായിച്ചാട്ടെ. 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം അതിമഹത്തായ ഒരു നഗരം എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ യോന പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. എന്നാൽ നിനവെ 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. മഹാനഗരം, അതിമഹത്തായ നഗരം, 2 പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് സിറ്റി എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി ഓർക്കേണ്ട ഒരു കാര്യം, അശൂർ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായിരുന്നു എന്ന് മറക്കരുത്. അപ്പോൾ ആ ശത്രു രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് നിനവെ. അതിനെതിരെ പ്രസംഗിക്കാനായിട്ടാണ് യോനയെ വിളിച്ചയച്ചത്. അപ്പം യോനയ്ക്ക് നമ്മൾ പഠിച്ചതനുസരിച്ച് അവിടെ ചെന്ന് പ്രസംഗിച്ചാലും മാനസാന്തരപ്പെടുമെന്നും ദൈവം അവരെ അനുഗ്രഹിക്കും എന്നൊക്കെ അറിയാവുന്നത് കൊണ്ട് രാജ്യസ്നേഹത്തിൽ നിന്ന് പേട്രിയോട്ടായിരുന്നു, വളരെ രാജ്യസ്നേഹിയായിരുന്നതുകൊണ്ടാണ് ശത്രു രാജ്യം അത്ര അനുഗ്രഹിക്കപ്പെടേണ്ട. മനസ്സിലായില്ലേ? നമ്മുടെ ഒരു സാധാരണ ചിന്തയാണല്ലോ, അവർ ശത്രുക്കളാണ്, നമ്മളെ നശിപ്പിക്കാനിരിക്കുകയാണ്, നമ്മളെ അടിമത്തത്തിൽ കൊണ്ടുപോകാനിരിക്കുകയാണ്, അവരെ ദൈവം അത്രയ്ക്കൊന്നും അനുഗ്രഹിക്കേണ്ട. അപ്പോൾ അവിടെയും ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ദൈവം ശത്രുക്കളെയും സ്നേഹിക്കാനും അവരെയും രക്ഷിക്കുവാനുമാണ് താല്പര്യപ്പെടുന്നത്. അത് നമ്മളെയും പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദേശസ്നേഹം കൊണ്ടാണ്, ഒരു പക്ഷേ ദൈവത്തിൻ്റെ സ്വഭാവം അറിയാം, ദേശത്തോട് സ്നേഹമുണ്ട്, അതുകൊണ്ടായിരിക്കാം അദ്ദേഹം പോകാതിരുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ കരുതൽ അവനെ അനുസരണത്തിലേക്ക് കൊണ്ടുവരുന്നു. നിനവെ മാനസാന്തരപ്പെട്ടു, യോനയും മാനസാന്തരപ്പെട്ടു, അല്ലേ? 2 പേരും മാനസാന്തരപ്പെട്ടു. നിനവെ പട്ടണം മാനസാന്തരപ്പെട്ടു, യോന മാനസാന്തരപ്പെട്ടു. അങ്ങനെ യോന മാനസാന്തരപ്പെട്ടത് കൊണ്ട് നമുക്ക് യോനയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് കുറേ കാര്യങ്ങൾ മാത്രം ഞാൻ പെട്ടെന്നൊന്ന് ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്, ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യം ദൈവകൃപ എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് മാത്രമുള്ളതല്ല. യഹൂദന്മാർക്ക് പറ്റിയ ഒരു വലിയ തെറ്റതാണ്, അല്ലേ? ദൈവകൃപ ആർക്കുള്ളതാണ്? ഞങ്ങൾക്ക് മാത്രമുള്ളതാണ്. ദൈവജനത്തിനൊക്കെ അങ്ങനെ ഒരു ചിന്തയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞങ്ങളുടെ കുത്തകയാണ്, ഇത് ഞങ്ങൾക്ക് മാത്രമുള്ളതാണ്. അങ്ങനല്ല. ഗ്രേസ് ഈസ് ഫോർ ഓൾ. ദൈവകൃപ സകല മനുഷ്യർക്കും ഉള്ളതാണ്. അതിനകത്തു നിന്ന് ആരെയും ദൈവം പുറത്താക്കിയിട്ടില്ല. ഇനി നോക്കുക, നിനവെ അന്യനാട്ടുകാരനായ ഒരു പ്രവാചകൻ്റെ പ്രസംഗം കേട്ടാൽ മാനസാന്തരപ്പെടുന്നത്. എന്നാൽ ഇസ്രായേലിൽ ധാരാളം പ്രവാചകന്മാർ കാലാകാലങ്ങളിൽ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അവർ മാനസാന്തരപ്പെട്ടില്ല. വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? നിനവെ സന്ദർശിച്ച ഒരു വിദേശ മിഷണറി എന്ന് വേണമെങ്കിൽ പറയാം. അന്യനാട്ടുകാരനായ ഒരാൾ വന്ന് പ്രസംഗിച്ചപ്പോൾ അതിന് വിലയുണ്ടായി. എന്നാൽ അനേകം പ്രവാചകന്മാർ എഴുന്നേറ്റ ഈ നാടിന്, യഹൂദർക്ക് ഈ ഒരു മാനസാന്തരപ്പെടാനുള്ള മനസ്സ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനായിലും വലിയവൻ. ഇത് ഒരു സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ,
ഇസ്രായേലിനേക്കാൾ വേഗം വളരെ അധികം ആളുകൾ, കൂടുതൽ പേർ ജാതികളിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. അതുകൊണ്ടായിരിക്കാം വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ എണ്ണിക്കൂടാത്ത ഒരു വലിയ പുരുഷാരം, സകല ഗോത്രത്തിൽ നിന്നും ജാതിയിൽ നിന്നും വംശത്തിൽ നിന്നും ഭാഷയിൽ നിന്നും ഒക്കെ വന്നവരായിട്ടുള്ള ഒരു വലിയ പുരുഷാരം. ദൈവത്തിൻ്റെ കൃപ അവർക്കും കൂടെ വേണ്ടിയുള്ളതാണ് എന്ന് ഓർക്കുക. മൂന്നാമതായിട്ട്, യോന ഇസ്രായേൽക്കാരനായ ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ഇസ്രായേൽക്കാരനായ ഒരു പ്രവാചകൻ പോയി ജാതികളോട് പ്രസംഗിക്കുന്നു, പ്രവചിക്കുന്നു. അതാണ് നാം കാണുന്നത്. അപ്പോൾ അവിടെ നാം കാണേണ്ടത്, ദൈവം സകലരെയും കാണുന്നുണ്ട്, എല്ലാ മനുഷ്യരെയും ദൈവകൃപയിലേക്ക് ആകർഷിക്കുന്നുമുണ്ട്. കാരണം അബ്രഹാമിനെ വിളിച്ചപ്പോൾ, ഇസ്രായേൽ മക്കളുടെ പാരമ്പര്യം മടക്കി കൊണ്ടുപോയാൽ എവിടെ എത്തും? അബ്രഹാം. അതുകൊണ്ടാണ് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് അവർ പറയുന്നത്. പക്ഷെ അബ്രഹാമിനെ വിളിച്ചപ്പോൾ ദൈവം പറഞ്ഞത്, നിന്നെ അനുഗ്രഹിക്കുമെന്നല്ല, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി 12-ന്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചാൽ മതി. സകല ജാതികളും. അപ്പോൾ ദൈവം അതെന്നും കീപ്പ് ചെയ്തിട്ടുണ്ട്. ഏലിയാവ് സാരഫാത്തിലെ വിധവയുടെ അടുക്കൽ പോയി, ഏലീശ നയമാനെ കൃപയിലേക്ക് നയിച്ചു. കർത്താവായ യേശുക്രിസ്തു ശമരിയ സ്ത്രീയോടും സുറഫൈനക്കാരി അല്ലെങ്കിൽ കനാന്യ സ്ത്രീയെയും ഒക്കെ അന്യജാതിക്കാരെ കൃപയിലേക്ക് കൊണ്ടിരുന്ന ദൈവത്തിൻ്റെ മാതൃക ഇവരിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എല്ലാവരും ഉണ്ട്, അല്ല മുഖപക്ഷമില്ല, ഒരു കൂട്ടം ആളുകളെ മാത്രമല്ല. യോന ഇസ്രായേൽക്കാരനായ മറ്റൊരു കാര്യം, പ്രവാചകൻ എന്നാൽ ആ ദൗത്യത്തിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടുന്നു, കടലിൽ എറിയപ്പെടുന്നു, ദൗത്യ പൂർത്തീകരണത്തിനായിട്ട് വിടുവിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഒരു അടയാളമാണെന്ന് പറഞ്ഞല്ലോ. ഇസ്രായേൽ അവരുടെ ദൗത്യത്തിൽ പരാജയപ്പെട്ടു, അവർ ചിതറിപ്പോയി, ഒരു ശേഷിപ്പ് മടങ്ങി വന്നു, അവർ ദൗത്യം പൂർത്തീകരിച്ചു. അപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു ചിത്രവും കൂടിയാണ് യോന പ്രവാചകൻ എന്ന് മറന്നു പോകരുത്. 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, ദൈവം കുഴിയിൽ നിന്ന് അവനെ കയറ്റി എന്നൊക്കെ നമുക്ക് കാണാം. 2-ന്റെ 2. ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു. 6-ാം വാക്യം, നീ എന്റെ നിലവിളി കേട്ടു. 6-ാം വാക്യം, ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി, ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. നീയോ എന്റെ ദൈവമായ യഹോവേ, എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതിൻ്റെ എല്ലാം ഒരു പ്രതീകമാണെന്നുള്ള കാര്യം ഓർക്കണം. പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, കുഴിയിൽ നിന്ന് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവിടുന്ന് കയറ്റി എന്നൊക്കെ പറയുന്നത് ഇത് ഒരു പ്രതീകമാണ്. യോന യേശുവിൻ്റെ ഒരു പ്രതീകമാണ്, യേശുവിൻ്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്. എന്നാൽ യേശു തൻ്റെ പാപങ്ങൾക്കായിട്ടല്ല, മറ്റുള്ളവരുടെ പാപം. യോന അങ്ങനല്ലായിരുന്നു, തൻ്റെ കുഴപ്പം കൊണ്ടല്ല, നിനവേക്കാരുടെ പാപത്തിനു വേണ്ടിയാണ് ഈ അവസ്ഥയിലേക്ക് വന്നത്. നമ്മൾ നേരത്തെ വായിച്ച മത്തായി 12-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യം നോക്കിയാൽ, യേശുവിൻ്റെ ഉയർപ്പ് പഴയ നിയമത്തിൽ പ്രതീകാത്മകമായിട്ട് കൊടുത്ത് ഇസ്രായേൽ മക്കൾ അത് പഠിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ നിന്നാണ് ഈ സംഭവം കൊടുത്തതെന്നുള്ളത് മത്തായി 12:40 നമുക്കൊന്ന് വായിക്കാം. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. അപ്പൊ ഈ താരതമ്യം മനസ്സിലായല്ലോ. അപ്പൊ ഇത് അവര് ഗ്രഹിക്കണം. അതായത് മനുഷ്യപുത്രൻ മശിഹ വരുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവർ അറിയണമെന്ന് ആഗ്രഹിച്ചും കൂടാണ് ഈ കാര്യങ്ങൾ കൊടുത്തത്. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യോന 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. ഈ വാക്യത്തിൽ നാം പഠിക്കേണ്ടത്, രക്ഷ പ്രവൃത്തികളാലല്ല, കൃപയാൽ വിശ്വാസം മൂലമാണ്. നാം മാനസാന്തരപ്പെട്ട് മനം തിരിഞ്ഞ് പ്രവൃത്തികൾ നന്നാക്കി തിരിയണം. നിനവേ നോക്കിയാൽ മതി. 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ വിശ്വസിച്ചു എന്ന വാക്കുണ്ട്. 8-ാം വാക്യത്തിൽ മനം തിരിഞ്ഞു എന്നുണ്ട്. 10-ാം വാക്യത്തിൽ വിട്ടുതിരിഞ്ഞു എന്നുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടെ കാണിക്കുന്നത് അവരുടെ പ്രവൃത്തികളിൽ മാനസാന്തരത്തിന് യോഗ്യമായ കാര്യങ്ങൾ സംഭവിച്ചപ്പോഴാണ് ദൈവം അവരെ സ്വീകരിച്ചത്. മുമ്പോട്ട് പോകാം. മറ്റൊരു കാര്യം നാം പഠിക്കേണ്ടത്, ദൈവകൃപയുടെ ലക്ഷ്യം ഒരിക്കലും തെറ്റുകയില്ല. ഗോഡ്സ് പേർപ്പസ് ഓഫ് ഗ്രേസ് കനോട്ട് ബി ഫ്രസ്ട്രേറ്റഡ്. ദൈവം കൃപ ഒരാളോട് കാണിക്കാൻ തീരുമാനിച്ചാൽ ദൈവം അത് നടപ്പിലാക്കിയിരിക്കും. ആരൊക്കെ അതിനെതിരെ നിന്നാലും ദൈവകൃപ ഒരിക്കലും നഷ്ടമായി പോവുകയില്ല. ദൈവം തീർച്ചയായിട്ടും അത് നടപ്പാക്കും. യോന പലപ്പോഴും പോകാൻ മടിച്ചെങ്കിലും ദൈവം തന്നെ അവനെ കൊണ്ടുവന്നു. കാരണം ദൈവത്തിന് ആരോട് കൃപ തോന്നി? നിനവേക്കാരോട് കൃപ തോന്നി. അവരെ രക്ഷിക്കാൻ ദൈവം തീരുമാനിച്ചു. അതുകൊണ്ട് ദൈവം അത് നടപ്പാക്കിയിരിക്കും. അപ്പോൾ നമ്മളവിടെ വീണ്ടും ഗ്രഹിക്കണം, നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവം തൻ്റെ വിശ്വസ്തതയിൽ വേല തികയ്ക്കും. വേല ഒരാളെയും ആശ്രയിച്ചിരിക്കുന്നതല്ല. നമ്മെ
തള്ളിക്കളയാതെ തന്നെ നമ്മോടും അവരോടും കൃപ കാണിക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞത് ദൈവം കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവം. എവിടെ? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. ചില ആളുകൾ പറയാറ് ഇതൊക്കെ പുതിയ നിയമത്തിലെ ദൈവത്തിനുള്ളൂ എന്നാണ്. ഈ വാക്യം എവിടെ കിടക്കുന്നത്? പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ? ഇത് പഴയ നിയമത്തിലാണല്ലോ. ഒന്ന് വായിച്ചേര് 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു. ദൈവം കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയമുള്ളവനാണ് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും. അതുപോലെ തന്നെ ഈ ജാതികളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് പുതിയ നിയമത്തിലൊരു ചോദ്യമുണ്ട്. ആ വാക്യം വായിച്ചാൽ മനസ്സിലാകും. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? ആണോ? അല്ല. ജാതികളുടെയും ദൈവമല്ലയോ? അത് പലപ്പോഴും യഹൂദന്മാർക്കൊരു ചിന്തയുണ്ട്, ദൈവം ഞങ്ങളുടേത് മാത്രമാണ്, ജാതികളുടെ അല്ല. അത് പൗലോസ് ത്രാഷ് ഔട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 3:29 റോമാലേഖനം വായിക്കാം. അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവമാകുന്നു. ദൈവം ഏകനല്ലോ. ദൈവം ഏകനല്ലോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദൈവം ഏകനല്ലോ, പല ദൈവങ്ങളില്ല. ദൈവം ഏകനല്ലോ. അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കും. അപ്പം കൃപയും വിശ്വാസവും ചേർന്ന് കഴിയുമ്പോൾ ഏത് ജാതിയിൽപ്പെട്ടവർക്കും രക്ഷയിലേക്ക് വരാനായിട്ട് സാധിക്കും. ദൈവം എല്ലാവരുടെയും ദൈവമാണ്, യഹൂദന്മാരുടെയും ദൈവമാണ്, ജാതികളുടെയും ദൈവമാണ്. അല്ലാതെ രണ്ട് ദൈവം ഇല്ല. അതുകൊണ്ടാണ് ദൈവം ഏകനല്ലോ. പക്ഷേ പലപ്പോഴും നമ്മളിതൊക്കെ മറന്നു പോകാറുണ്ട്. ദൈവം ഒരിക്കലും അത് മറക്കുന്നില്ല. ഞാൻ അവസാനമായിട്ട് യോനയുടെ പുസ്തകത്തിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടെ, യേശു തന്നോട് തന്നെ ഉപമിച്ച ഏക പ്രവാചകൻ യോനയാണ്. അതുകൊണ്ട് യോനയും യേശുവിനെയും തമ്മിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്ത് പഠിക്കാം. മത്തായി 12-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 41 വരെ നോക്കിയാൽ മതി. ഞാൻ കാര്യങ്ങൾ പറയാം. രണ്ടുപേരും പ്രവാചകന്മാരായിരുന്നു, രണ്ടുപേരും ഗലീലക്കാരായിരുന്നു. യേശുവും യോനയും പ്രവാചകന്മാർ, രണ്ടുപേരും ഗലീലക്കാരാണ്. രണ്ടുപേരും മാനസാന്തരം പ്രസംഗിച്ചു. രണ്ടുപേരും 3 ദിവസം എവിടെ ഇരുന്നു? കടലാനയുടെ വയറ്റിൽ അല്ലെങ്കിൽ കല്ലറയുടെ അകത്ത് ഇരുന്നു. രണ്ടുപേരും വെളിയിൽ വന്നു. യോനയും വെളിയിൽ വന്നു, കർത്താവും വെളിയിൽ വന്നു. രണ്ടുപേരും അടയാളമായി. യോന നിനവേക്കാർക്ക് അടയാളമായി, യേശു സകല മനുഷ്യർക്കും അടയാളമായി. എന്നാൽ എടുത്തു പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യേശു യോനയിലും വലിയവൻ. അത് മറന്നു പോകരുത്. യേശു യോനയിലും വലിയവൻ. കാരണം യേശു പ്രതീകമൊന്നുമല്ല ചെയ്തത്. യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ലോകരക്ഷകനും അവൻ സൃഷ്ടിതാവും പരിപാലകനും എല്ലാമായിട്ട് ഇരിക്കുന്നത് കൊണ്ട് അവനാണ് ഏറ്റവും വലിയവൻ. മറ്റൊരു കാര്യം കൂടെ, യോന ഇസ്രായേലിൻ്റെ പ്രതീകമാണ്. അതെങ്ങനെയാണെന്ന് നേരത്തെ ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു. ഒരു ലോക ദൗത്യം, ആഗോള ദൗത്യം കൊടുത്താണ് ഇസ്രായേലിനെ വിളിച്ചത്. അനുസരണക്കേട് നിമിത്തം അവർ പരാജയപ്പെട്ടു. അപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ച് ചിതറിച്ച് കളഞ്ഞു. എന്നാൽ അവർ നശിച്ചു പോയില്ല. അവരെ സൂക്ഷിച്ചു. അവരനുദപിച്ചപ്പോൾ അവരെ മടക്കി വരുത്തി, അല്ലെ അവരെ ശേഖരിച്ചു. എന്നിട്ട് വീണ്ടും അവർക്ക് അനുസരണത്തിൻ്റെ ദൗത്യം കൊടുത്തു. അങ്ങനെയാണ് ലോകത്തിന് മുഴുവനും രക്ഷ വരാൻ കാരണമായ യഹൂദന്മാരിൽ നിന്ന് രക്ഷ വന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞല്ലോ, രക്ഷ എവിടുന്ന് വരണം? രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് വരേണ്ടതാണല്ലോ. അപ്പോൾ അതിന് ലോകത്തിന് രക്ഷ വരാൻ ആരെങ്കിലും ഒരാൾ വേണമല്ലോ. ഈ യഹൂദന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ ഒരു ലക്ഷ്യം യേശു വെളിപ്പെടാൻ, വചനം ഏൽപ്പിക്കുവാൻ, മാതൃക ലോകത്തിന് കാണിക്കുവാൻ. അതിന് ആരെങ്കിലും വേണം. അങ്ങനെ ഒരു കൃപ അവർക്ക് ലഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവർ വഴി യേശു വരുവാൻ കാരണമായി തീർന്നു. ഈ കാര്യങ്ങളെല്ലാം യോനയുടെ പുസ്തകത്തിൽ നമുക്ക് പഠിക്കാം. ബാക്കി കാര്യങ്ങൾ ഞാൻ എപ്പോഴും നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന പോലെ ഡിസ്ക്രിപ്ഷൻ പേജിൽ പോയി ലിങ്ക് ഉപയോഗിച്ച് വിശദമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് വഴി കാണുക. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.